ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ വിചിന്തനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത്. ഫരീസേയരും നിയമജ്ഞരും യേശുവിനെ സമീപിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെക്കുറിച്ച് യേശുവിനോട് പരാതി പറയുന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ വിഷയം. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ലേവി എന്നു പേരുള്ള ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്തു നിന്ന് യേശു അവനെ തൻ്റെ ശിഷ്യഗണത്തിലേക്ക് വിളിച്ചപ്പോൾ ലേവി തൻ്റെ വീട്ടിൽ വലിയൊരു വിരുന്നൊരുക്കി. യേശുവും ശിഷ്യന്മാരും മറ്റനേകം പേരും ആ വിരുന്നിൽ സംബന്ധിച്ചിരുന്നു. അപ്പോൾ ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരുമിച്ച് യേശുവും ശിഷ്യന്മാരും ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള പരിഭവം ആണ് അവർ പ്രകടിപ്പിക്കുന്നത്. യേശു അവരോട് പറയുന്നത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ കലവറ തോഴന്മാർക്ക് എങ്ങനെ ഉപവസിക്കാൻ കഴിയും എന്നവരോട് ചോദിക്കുകയാണ്. അതിനുശേഷം യേശു അവരോട് മനോഹരമായ 2 ഉപമകളാണ് പറയുന്നത്. പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല, പുതിയ തുണിക്കഷ്ണം കീറിയെടുത്ത് പഴയതിനോട് കൂട്ടിച്ചേർത്ത് തയ്ക്കാറില്ല. ഇതിൻ്റെ അർത്ഥം, പുതിയ വീഞ്ഞ് എന്ന് പറയുന്നത് സുവിശേഷമാകുന്ന യേശുക്രിസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. കാൽവരി മലയിൽ വെളിപ്പെടുത്തപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന പുതിയ വീഞ്ഞ് നമ്മുടെ പഴയ തോൽക്കുടങ്ങളിലല്ല ഒഴിച്ചു വയ്ക്കേണ്ടത്, നമ്മുടെ തോൽക്കുടങ്ങളെ പുതുക്കി പണിയേണ്ടതായിട്ടുണ്ട്. പഴയ വീഞ്ഞ് കുടിച്ചവർ എപ്പോഴും പറയും, പഴയ വീഞ്ഞാണ് നല്ലത് എന്ന്. നല്ലതായിട്ടുള്ളത് അംഗീകരിക്കുവാനും സ്വീകരിക്കുവാനും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു വരുമ്പോൾ യഥാർത്ഥ മാറ്റം സംഭവിക്കും. ആ മാറ്റത്തിന് നമ്മൾ വിധേയരാകുക എന്നതാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ആത്യന്തികമായ വിളി. ഈ വിളി പൂർത്തിയാക്കുവാൻ നാം നമ്മെ തന്നെ ഒരുക്കുകയും നമ്മുടെ ഹൃദയമാകുന്ന പഴയ തോൽക്കുടങ്ങളെ പുതിയ വീഞ്ഞായ യേശു തമ്പുരാനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം പുതുക്കി പണിയുവാനായിട്ട് നമുക്ക് ഈ നോമ്പിൻ്റെ അവസരം സഹായകമാകട്ടെ. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.